ഒരു 3 ചീരയാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 ചീര എടുത്ത് അതിൻ്റെ തണ്ട് നന്നായിട്ട് കഴുകി കുറച്ച് നല്ല പൊക്കമുള്ള ഒരു ചീരയായിരുന്നു. പിന്നെ ഒരു ചുമന്ന പയറുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങയ്ക്ക, ഒരു മുറി മാങ്ങയുടെ കുറച്ച് ഭാഗം എടുത്തുള്ളൂ. പുളിമാങ്ങയാണെങ്കിൽ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ ഒരു ഉരുളൻകിഴങ്ങുണ്ട്, ഒരു ചെറിയ ചേമ്പുണ്ട്. അതുപോലെ തന്നെ വേറെ എന്താ, ക്യാരറ്റുണ്ട്. ഒരു മുറി ക്യാരറ്റേ ഇട്ടിട്ടുള്ളൂ. ഇത്തിരി വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്. നല്ല പഴുത്ത വെള്ളരിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്. അതിനെ കഴുകി ആദ്യം വെള്ളം വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതി. ആദ്യത്തെ ക്യാരറ്റും അതൊക്കെ വേവാനായിട്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതി. ചേമ്പും ക്യാരറ്റും വെള്ളരി, മുരിങ്ങയ്ക്ക, പയർ, അതുപോലെ ചീരയുടെ തണ്ട്, മാങ്ങയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ചീര അരിഞ്ഞത് ഇടത്തുള്ളൂ. തേങ്ങ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത്തിരി ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ച് കറക്കിയാൽ മതി കേട്ടോ. അത്രയും ആക്കിയാൽ മതി. വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് മഞ്ഞൾപ്പൊടിക്ക് ശകലം കളറ് കുറവാണേ. എന്നാലും ഞാൻ നല്ലതായതുകൊണ്ട് ആ മഞ്ഞൾപ്പൊടി തന്നെ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റത്തെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല അവിയലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ വെള്ളം പറ്റാനായിട്ട് ഞാൻ ഒന്നുകൂടെ തീ കത്തിച്ച് ഒന്ന് ചെറുതനെ വെച്ച് നല്ല ടേസ്റ്റുള്ള അവിയലായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.